എടക്കൽ ഗുഹ. നിങ്ങളിൽ ആരെല്ലാം എടക്കൽ ഗുഹ കണ്ടിട്ടുണ്ട്? യഥാർത്ഥത്തിൽ അതൊരു ഗുഹ തന്നെയാണോ? നമുക്കൊന്ന് പരിശോധിക്കാം. ഈ വീഡിയോ അവസാനം വരെ കണ്ട് വിലയിരുത്തുമെന്ന് കരുതുന്നു. മാന്യ പ്രേക്ഷകർക്ക് വ്യൂ പോയിന്റ് മലയാളം ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള പശ്ചിമഘട്ടവും പൂർവഘട്ടവും കൂടിച്ചേരുന്ന ഭാഗമായ അമ്പുകുത്തി മലയിലെ പ്രകൃതിജന്യമായ ഗുഹയാണ് എടക്കൽ ഗുഹ. പാറകൾക്കിടയിലെ വിള്ളലിന്റെ ഇടയിലേക്ക് കല്ല് അടിഞ്ഞതിനാലാണ് ഇതിന് ഇടക്കൽ ഗുഹ എന്നും അത് ലോപിച്ച് എടക്കൽ ഗുഹ എന്നും പേരുവന്നത്. കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന ലിഖിതമായ ചെറു ശിലായുഗ സംസ്കാര കാലഘട്ടത്തിലെന്നു കരുതുന്ന ശിലാലിഖിതങ്ങൾ ഈ ഗുഹയിൽ കാണപ്പെടുന്നു എന്നതാണ് ഈ ഗുഹയുടെ ഏറ്റവും വലിയ മഹത്വം. അതും അമ്പുകുത്തി മലയുടെ മുകളിലെ പാറയിൽ രൂപപ്പെട്ട 98 അടി നീളവും 22 അടി വീതിയുമുള്ള വിള്ളലിലേക്ക് മുകളിൽ നിന്ന് വീണുറച്ച കൂറ്റൻ പാറയാണ് ഈ ഗുഹയെ രൂപപ്പെടുത്തിയത്. അതിപുരാതന രാജവംശത്തെ സൂചിപ്പിക്കുന്ന പെട്രോഗ്ലിഫ് എന്ന ഗണത്തിൽപ്പെട്ട 400ഓളം ശിലാലിഖിതങ്ങൾ കൊത്തിവെച്ച ഈ ഗുഹ ചരിത്ര പുരാവസ്തു ഗവേഷകരുടെ ഒരു നിധിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 4600 അടി മുകളിലായി 2 ഗുഹകളായുള്ള ഈ ചരിത്ര പൈതൃകത്തെ ലോക ശ്രദ്ധയിൽ എത്തിച്ചത് 1904 ബ്രിട്ടീഷ് പോലീസ് സൂപ്രണ്ടായിരുന്ന ഫ്രെഡ് ഫോസറ്റാണ്. ആദിവാസി വംശജരായ മുള്ളുക്കുറുമരുടെയും പണിയരുടെയും വിവരത്തോടെയും സഹായത്തോടെയും കാടുവെട്ടി വഴിയുണ്ടാക്കി ഇവിടേക്കെത്തിയാണ് അദ്ദേഹത്തിന് ഈ ദൗത്യം സാധിച്ചത്. തുടർന്ന് അദ്ദേഹം ഇന്ത്യൻ ആന്റിക്വറി ജേർണലിൽ എഴുതിയ ഒരു ലേഖനത്തോടെയാണ് ഇത് ലോകമറിഞ്ഞത്. ഏകദേശം 18 അടി നീളവും 12 അടി വീതിയും 10 അടി ഉയരവുമുള്ള താഴ്ഭാഗത്തും 96 അടി നീളവും 22 അടി വീതിയും 18 അടി ഉയരവുമുള്ള മുകളിലത്തെ അറയുമായുള്ള 2 ഗുഹകളാണുള്ളത്. RC ഡെംബിൾ, ബ്രൂസ് ഫ്രൂട്ട്, ഡോക്ടർ ഷൂൾട്സ്, കോളിൻ മെക്കൻസി എന്നിവരും എടക്കലിനെ കുറിച്ച് പഠനങ്ങൾ നടത്തിയിരുന്നു പോലും. പ്രാചീന ശിലായുഗത്തിന്റെ അന്ത്യത്തിൽ AD 10,000 മുതൽ 4000 വരെയുള്ള ചെറു ശിലായുഗത്തിലാണ് എടക്കൽ ഗുഹയിൽ ചിത്രങ്ങൾ കൊത്തിവെച്ചതായി കണക്കാക്കുന്നത്. എടക്കലിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ കാൽനടയായി അതിസാഹസികമായി മാത്രമേ അമ്പുകുത്തി മലയിലെ ഈ ഗുഹയിൽ എത്തിച്ചേരൂ. ഗുഹാമുഖത്തിന് ശേഷവും മലമുകളിലേക്ക് സാഹസികമായി കയറാൻ മുമ്പെല്ലാം സൗകര്യമൊരുക്കിയിരുന്നു. ഈ മലയിൽ തന്നെ ഇപ്പോഴും പൊതുദർശന സൗകര്യമൊരുക്കാത്ത തോവരി എന്ന പേരിൽ മറ്റൊരു ഗുഹയുമുണ്ട്. 8000 വർഷത്തിലേറെ പഴക്കമുള്ള ഇവിടെയെല്ലാം പല ലിഖിതങ്ങളും ഉള്ളതിനാൽ ഇതിനെ മുമ്പ് ഗ്രാമവാസികൾ എഴുത്തുപാറ എന്ന് വിളിച്ചു പോന്നിരുന്നു. കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഈ ഗുഹ എങ്ങനെ രൂപപ്പെട്ടുവെന്നോ, ഇതിലെ കൊത്തുപണികൾ എന്ന് ആര് കൊത്തിയെന്നോ, ഇതിൽ ആരെല്ലാം താമസിച്ചിരുന്നുവെന്നോ തുടങ്ങി ഒരു പഠനവും പൂർണ്ണമായിട്ടില്ല എന്നത് ഇന്നും നിഗൂഢവും മാന്ത്രികവുമായി തുടരുന്ന യാഥാർത്ഥ്യമാണ്. പ്രത്യേക പാസുകളോടുകൂടി സാഹസികമായി മാത്രം സന്ദർശിക്കാവുന്ന ഈ ഗുഹക്കുള്ളിൽ ചരിത്ര പുരാണങ്ങൾ സന്ദർശകർക്ക് വിവരിക്കുന്ന ഗൈഡുകളുടെ സാന്നിധ്യം വളരെ ഉപകാരപ്രദമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും ചെയ്യുമല്ലോ. പ്രിയ പ്രേക്ഷകർക്ക് നന്ദി.